ഹായ് ഹലോ സെല്ലുലോയിഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഹോളിവുഡിന് ഒരു സ്റ്റെപ്പ് അപ്പ് മൂവിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോളിവുഡിന് ഒരു ABCD ഉണ്ട്. ഇനി നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഡാൻസ് മൂവി എന്തുണ്ട്? ദെർ ഈസ് മൂൺ വാക്കേഴ്സ്. ലെറ്റ്സ് വെൽക്കം ദം. चलिए चिंकाना चलिए चिंकाना വെരി നൈസ്. നിങ്ങളുടെ ഡാൻസ് മറ്റേ മൂവിയിലെ ഡാൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. പക്ഷേ ചെറിയ സ്പേസ് ആണ് ഗൈസ്, അവിടെ വെച്ചിട്ട് അവര് പറ്റാവുന്ന രീതിയിൽ. നൈസ് ഗൈസ്. വളരെ ഡിഫറെൻ്റ് ആയ ഒരു മൂവി ആയിരുന്നു മൂൺ വാക്കേഴ്സ്. ഞാൻ ഇന്നലെയാണ് മൂവി കണ്ടത്. ഐ വിഷ് ഞാൻ എൻ്റെ പിള്ളേരെ കൂടി കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോയി കണ്ടത്. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേനെ. എനിക്ക് തോന്നുന്നു കൂടുതൽ യൂത്ത് നിങ്ങളുടെ മൂവി ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ബിക്കോസ് അതിൻ്റെ അകത്ത് ഒരുപാട് പാഷനേറ്റ് വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ആദ്യം ഞാൻ എല്ലാം കൂടെ പറഞ്ഞു, ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഓരോരുത്തരുടെ പേരൊന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഫ്രഷേഴ്സ് ആണ്. സിബിയിൽ തുടങ്ങാം. സിബി, ഞാനിതിൽ സുര എന്നുള്ള ക്യാരക്ടറായി. യെസ്, ഞാൻ ഷഹന എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എന്റെ പേര് ഹർഷിത. ഹർഷിത ലുക്ക് സോ ഡിഫറെന്റ് അതിൻ്റെ അകത്ത് Yeah. അല്ലേ? അല്ല, അതിൻ്റെ അകത്ത് കുറെ കൂടെ ഇങ്ങനെ പതിമയുള്ള. ഇവിടെ വന്നപ്പോഴത്തേക്ക് ജഗ ജില്ല പോലെ ഇരിക്കുന്നു. അല്ല, ലൈക്ക് മൂവി കണ്ടിട്ടാണേലും എല്ലാരും ഇങ്ങനെ ഇത് ഏത് കുട്ടി, ഇത് ഏത് ക്യാരക്ടർ, ഇത് ഏത് ക്യാരക്ടർ ഇതേതാ അതാന്ന് പറയുമ്പോ അതാണ്. അതെ, അതുകൊണ്ടാണ് തോന്നുന്നത്. അതാണ് ഇപ്പോഴാണ് മിസ് കേരള ലുക്ക് ഒക്കെ. അതിനകത്ത് കുറച്ചുകൂടി എന്താ പറയാ, അടക്കം ഒതുക്കം കുറച്ച് കൂടുതൽ കാണിക്കാൻ ശ്രമിച്ചു. അരുൺ, എന്റെ പേര് അരുൺ. ഞാൻ ഇതിൽ സാൻഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. കന്നഡ വെച്ചോണ്ട് സംസാരിക്കാൻ കുഴപ്പമില്ല. നിങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? റൈറ്റ് കാസ്റ്റ് ആയിരുന്നു എല്ലാവരും. എല്ലാവരും തന്നെ, മൂവിയിലുള്ള എവ്രിബഡി ഫോർ ദാറ്റ് മാറ്റർ. ആൻഡ് സുര, എന്റെ അമ്മോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സുരാനെ. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, കാസ്റ്റ് ചെയ്യപ്പെട്ടത്? ഞാൻ ഈ ജാക്സിന്റെ ഒക്കെ ഫിഗർ എല്ലാം ചെയ്യുന്നതാണ് സ്റ്റേജുകളിൽ. ഓക്കെ, ജാക്സൺ ഫിഗർ ചെയ്യും അല്ലേ? ശരിയാണ്, അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അതിനകത്ത് ഗബ്രിയേൽ ആ പാട്ടിന് തുടങ്ങി 3 പേരില്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് സാർ എന്നെ പരിപാടി കാണുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്യണത്. അപ്പൊ ഇത്രയും ഫിഗർ ചെയ്യും, അതുപോലെ തന്നെ ഇത്രയും ഡാൻസിനോട് പാഷനുള്ള ആളും കൂടെയാണ്. അപ്പൊ ആക്ച്വലി ഡാൻസർ ആണ്. ജാക്സൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന. ജാക്സൺ മാത്രം? ഓക്കെ, അല്ലാതെ വേറെ ഇങ്ങനെ കൊറിയോഗ്രാഫറോ അങ്ങനത്തെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല? ഇല്ല. പക്ഷെ ഞാൻ ഓർത്തു അങ്ങനെ ഭയങ്കര എന്തോ ഡാൻസർ ആണെന്നാ വിചാരിച്ചത്. ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ മൂവിയിലാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞത്. Tell me, ഹർഷിത, എങ്ങനെ പിക്ക് ചെയ്തു? പിക്കിംഗ് ഇൻ ദ സെൻസ്, സാറിന്റെ കൂടെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന്റെ കൂടെ ലൈക്ക് ആഡ് ഫിലിംസിലൊക്കെ. അപ്പം ഹി ഓൾറെഡി നോ മീ, അറിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, കാസ്റ്റിംഗ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കും ഇടയ്ക്ക്, എന്തെങ്കിലും ചാൻസ്. അപ്പം അങ്ങനെ ഞാൻ പോയി ഓഫീസിൽ പോയി ഒരു ഓഡീഷൻ ചെയ്തു. അത് കഴിഞ്ഞപ്പം ഓക്കെ, ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നു കാര്യമായിട്ട്? ഓഡിഷൻ അതെന്തായാലും എല്ലാരെയും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം എടുക്കുള്ളൂ. അപ്പൊ എല്ലാരെയും ഓഡിഷൻ ചെയ്തെടുത്തത്. അത് വേറൊരു കഥ. അരുണിന്റെ കഥ കേൾക്കട്ടെ. ഞാൻ ഈ ഓഡിഷൻ പ്രോസസ് വാസ് അബൌട്ട് 7-8 months. അപ്പോൾ ആദ്യം ഒരു 3000 ആപ്ലിക്കേഷൻസ് കിട്ടി. ഒരു കുറെ കാസ്റ്റിംഗ് കോളൊക്കെ ഇട്ട്. സോ ഇതിന്നൊരു 8 മെമ്പേഴ്സിനെ ഫിൽറ്റർ ഔട്ട് ചെയ്തു. അപ്പോൾ ഈ 8 മെമ്പേഴ്സിന് ഒരു ഗ്രൂമിംഗ് സെഷൻ ഉണ്ട്. എല്ലാം ഫസ്റ്റ് ടൈം ആക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേക ബോഡി ടൈപ്പ് കൊണ്ടുവരുത്താനും അവർക്ക് മറ്റേ 80s ഒരു എന്താണ് ആ വൈബ് പഠിപ്പിക്കാനും ലാംഗ്വേജ് പഠിപ്പിക്കാനും പിന്നെ ഡാൻസ്, ആ പഴയ ബ്രേക്ക് ഡാൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടി ഒരു 3 months ഒരു ഗ്രൂമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രൂമിംഗ് ഓവർലുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓൺ ബോർഡ് വന്നത്. ഞാൻ ആക്ച്വലി വിനോദ് സാറിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് വെർച്വൽ ലൈഫ് ഫിലിംസിലെ. കറന്റ് പ്രൊഡ്യൂസർ ആണ്. സോ ടെക്നിക്കൽ സൈഡ്, അതായത് കാസ്റ്റിലുള്ള ആളല്ല. ശരി. സോ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. രാവിലെ സ്വിമ്മിങ് ആൻഡ് ദെൻ ഡാൻസ്, ആക്ടിങ് എന്ന് പറഞ്ഞൊരു ഫുൾ ഡേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഒരു ക്ലാസ്സിൽ നിന്ന് അപ്പുറത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി മെയിൻ ആയിട്ട് വന്നത്. പിന്നെ ഞാൻ ക്ലാസ്സിൽ ജസ്റ്റ് ഇവരുടെ കൂടെ കൂടി പിന്നെ ചെറുതായിട്ട് പഠിച്ചു. അപ്പൊ ഡാൻസ് ഒക്കെ പഠിച്ചു. പിന്നെ ഈ ഒരു അപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മൂവിയിലെ ഒരു പാട്ടായോ? ഇല്ല. എന്നാലും പഠിക്കുവാണ്. കാസ്റ്റിംഗിന്റെ പാർട്ടായിട്ടില്ല.
I see you. Nice move. And then Strategic. എന്നിട്ട് ഒരു AD വന്ന് നമ്മുടെ ഡെയിലി പരിപാടിയൊക്കെ റെക്കോർഡ് ചെയ്ത് വൈകുന്നേരം അവരൊന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോഴും നമുക്ക് ക്യാരക്ടേഴ്സ് ഒന്നും ഇതുവരെ അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ദേ സ്റ്റിൽ അണ്ടർ ഡിസ്കഷൻ. പിന്നെ ഞാനും ഇതെല്ലാം പഠിച്ചുകൊണ്ട് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, വേറെ ആൾക്കാർ ഓഡിഷൻ ചെയ്ത് കിട്ടാതെ എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ചെയ്യണോ. ഇവരുടെ ബോണ്ട് കണ്ടപ്പോ പിന്നെ ഓക്കെ. അപ്പൊ അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ ഷൂട്ട് തുടങ്ങിയ 1 day മുമ്പാണ് ഞാൻ അറിയുന്നത് ഞാനും പടത്തിലുണ്ട്. അതെ. And how did you feel? Euphoric. ഈ സമയങ്ങളിലൊക്കെ Lucky. actually want to be the part of. Well, honestly, നമ്മൾ പടം തുടങ്ങണേന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അഭിനയിക്കണോ ഇല്ല പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണോ. ഞാൻ ഉടനെ ഐ തിങ്ക് ഇൻസ്റ്റിങ്ക്ട്ലി ഐ സെഡ് ഐ വാണ്ട് ടു ആക്ട്. അപ്പോൾ which I think was a really good decision considering in the 90 days of shoot that we did in the first schedule. എനിക്ക് തോന്നുന്നു ഈ ഡയറക്ഷൻ ടീമിലൊന്നും ആരും 3 മണിക്കൂറിന് കൂടുതൽ ഉറങ്ങിയിട്ടില്ല ആരും. അത്രയ്ക്കും പണിയെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറിയ വേർപ്പിന്റെ അസുഖമൊക്കെ ഉള്ളത് കാസ്റ്റിംഗിന്റെ കൂടെ ഇരുന്ന ചില്ലി വരും. ഉറക്കം വയ്ക്കുമ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കണം, ആക്ടേഴ്സ് ആണ് നിങ്ങൾ, ഫേസിന്റെ അഫക്റ്റ് ആവുന്നൊക്കെ പറഞ്ഞിട്ട് രാജകീയ പരിഗണനയിലേക്ക് മാറി. മൂവി കണ്ട ഒരാളെന്നുള്ള നിലയിൽ മൂവിയിലുള്ള ലുക്കേ അല്ല നിങ്ങൾ ആരും, എല്ലാരും തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതങ്ങനെ അത് ലൈക്ക് ഒത്തിരി ടൈം ഗ്യാപ്പ് വന്നു, പിന്നെ അതിന്റെ ഇടയ്ക്ക് കോവിഡ് വന്നു. എത്ര നാള്? ഫസ്റ്റ് സ്കെഡ്യൂൾ 2019-ലായിരുന്നു, പിന്നെ 21-ൽ ഉണ്ടായിരുന്നു, പിന്നെ 22 എൻഡിലും ഉണ്ടായിരുന്നു. 22-ല് റാപ്പ് അപ്പ് ചെയ്തു അല്ലേ? അതെ, 22-ല് എൻഡ് ചെയ്തു. ഓക്കെ. പിന്നെ എന്തൊക്കെയോ ഇടയ്ക്ക് കുറച്ച് പാച്ച് വർക്ക് ഒക്കെ വന്നു. അതിന്റെ എൻഡിൽ നോക്കി അറിയാം ഇവരെല്ലാരും വേറെ ലുക്കിൽ ലൈക്ക് ഒരു റീയൂണിയൻ പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആ ഒരു ലുക്ക് അല്ല അത് പക്ഷെ ആ ലുക്ക് ആ മൂവിക്ക് വേണ്ടതായിരുന്നല്ലോ അല്ലെ? അതുപോലെ അല്ല, ഇൻ ബിറ്റ്വീൻ a lot of hair കട്ട് ചെയ്തു, വിതൗട്ട് ഹെയറും അതുകൊണ്ട് ഉള്ള ഒരു ഗ്യാപ്പും കൂടിയാണ്. പ്ലസ് നമ്മൾ കുറച്ചുകൂടെ ഏർലിയർ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ കോവിഡ് കാരണം അത് ചെറുതായിട്ട് ഡിലേ ആയി. ചെറുതായിട്ടില്ല, നന്നായിട്ട് ഡിലേ ആയി. കാരണം ആ ഒരു ടൈമില് ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല മൊത്തത്തിലൊരു ബ്രേക്ക് ഡൗൺ വന്നല്ലോ. അപ്പം അതിന്റെ ഇടയ്ക്ക് ഇതുകൊണ്ട് റിലീസ് ചെയ്താൽ ഇറ്റ് വോണ്ട് ബി ലൈക്ക് നോ വണ്ടർ. ബിക്കോസ് ഹെയർ കട്ട് കഴിഞ്ഞിട്ട് നോബഡി വാസ് ലുക്കിംഗ് എനിവേർ. അവരുടെ പണ്ടത്തെ ലുക്കുമായിട്ട് ഇത് ഞാൻ എന്താ ഇത്രയും മാറിയ ഒരു ഹെയർ കട്ട് കൊണ്ടുവന്ന് ഞാൻ മൂവി കണ്ടോണ്ടിരുന്ന സമയത്ത് തിയേറ്ററിൽ ഇരുന്ന് ഞാനത് ആലോചിക്കുമായിരുന്നു. നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ അതിലും ഡിഫറെന്റ് ആണ് നിങ്ങൾ. സുര മാത്രമാണ് എനിക്ക് കുറച്ചുകൂടെ ആയിട്ട്. ബിക്കോസ് ഫ്രിഡ്ജിലാണോ ജീവിക്കുന്നത്? നമുക്ക് സൂര്യയെ കൊണ്ടൊരു ജാക്സന്റെ ഇത് ചെയ്യിപ്പിച്ചാലോ? ജാക്സന്റെ ഡാൻസ് മാത്രമല്ല ലൈക്ക് പാടുന്നതും ജാക്സനെ പോലെ, വോയിസും അതുപോലെ തന്നെ. He believes he's the reincarnation of Michael Jackson. Yeah. പോരട്ടിങ്ങോട്ട് കാണട്ടെ. പഠിക്കൂ. She was more like a beauty queen from the movie scene. I shade on my, but do you mean I am the one who would dance on the floor and round? സൂപ്പർ അടിപൊളി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട്. സി ആക്ച്വലി റീഇൻകാർണേഷൻ ആണോ? He believes he is. ഉറങ്ങുന്നത് എങ്ങനെയാണ് കാണിച്ചത്? എങ്ങനെ? തന്നെയാ. പിന്നെ എന്തെങ്കിലും ബോഡി മൂവ്മെന്റ്സ്, മൂൺ വാക്ക് ഒക്കെ കാണിച്ചു? എയർ വാക്ക്. തിരിച്ചു വാ. ആക്ച്വലി നമ്മുടെ ഓൾഡ് മൈക്കിൾ ജാക്സൺ ഇല്ലേ, ലൈക്ക് ബിഫോർ ആ ഒരു ലുക്ക് കറക്റ്റ്ലി ഉണ്ട്. എവിടെ വേറെ എവിടെയുണ്ട്? ഹോളിവുഡിലുണ്ടാവോ ഇതുപോലെ? അതെ, നമ്മുടെ കേരളത്തിലെ മൈക്കിൾ ജാക്സൺ. കേരളത്തിലെ റീഇൻകാർണേറ്റ് ചെയ്തേക്കണേ അതല്ലേ നമ്മുടെ സ്കോട്ട്സ് ഓൺ കൺട്രി. ചുമ്മാണോ പറയുന്നത് അല്ലേ? അല്ലേ സുര? ഞാൻ സുരാന്ന് വിളിക്കണേ. ഒബ്വിയസ്ലി ലൈക്ക് ആ ഒരു ടൈം കഴിഞ്ഞപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ മറന്നുപോയി. സാൻഡി, ഷെഹന എങ്ങനെയാ വിളിച്ചോണ്ടിരുന്നത്? നൈസ്. അത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ബിക്കോസ് ഫസ്റ്റ് മൂവിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും. അതുപോലെ തന്നെ ഒരുപാട് ഗ്രൂമിങ് പ്രോസസ്സും കാര്യങ്ങളും ഇത്രയും വർഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് നമ്മളിങ്ങനെ കാത്തിരിക്കായിരുന്നു. നമ്മളിപ്പോ എപ്പോ ഇറങ്ങും എന്നുള്ളൊരു. ഇപ്പൊ നാട്ടിലെ എല്ലാ ആൾക്കാർ ചോദിക്കും നമ്മളോട് എപ്പോഴും ഇറങ്ങണേ. അത് അവരുടെ മുമ്പിൽ അത് റിലീസ് ചെയ്തപ്പോ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം വേറെ. പേരൻസ് ഒക്കെ എന്ത് പറയുന്നു? അമ്മയൊക്കെ ഭയങ്കരമായിട്ട്
മീൻസ് വിഷമായി എന്ന് പറഞ്ഞു ഓരോ സീൻ കാണുന്നതോറും. അത് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ അമ്മ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എന്നെ സ്ഥിരം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞായിരുന്നു. എന്റെ ആക്ച്വലി എന്റെ ലൊക്കേഷനിൽ അച്ഛനമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരിത് ഓൾറെഡി കണ്ടു. ഞാൻ അത്രയും ചെറുതില്ലായിരുന്നു. അപ്പൊ ഇവർ എന്റെ കൂടെ വരുമായിരുന്നു. എവിടെയൊക്കെ പോയാലും ഇവര് കൂടെ വരുമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അച്ഛനും ഒത്തിരി ഹാപ്പി. ഞങ്ങളുടെ തിയേറ്ററിൽ, അവിടുത്തെ കോട്ടയം ആണ് എൻ്റെ സ്ഥലം, അപ്പൊ അവിടുത്തെ തിയേറ്ററിൽ ഓണറും ഞങ്ങൾ നല്ല കമ്പനിയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞങ്ങളുടെ കൊച്ചിന്റെ പടം ഉണ്ട് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ഇപ്പൊ ഒബ്വിയസ്ലി എൻ്റെ കസിൻസും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു മൂൺ വാക്ക് ഷൂട്ട് കഴിഞ്ഞു എന്നറിയാം, പക്ഷെ ഇത് എപ്പോൾ ഇറങ്ങും. അപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പം നല്ല റെസ്പോൺസ് വന്നു, ഈവൻ ഫ്രം ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും നല്ല റെസ്പോൺസ്. അപ്പൊ ഈ മൂവിയിൽ കാസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാൻസ്, നിങ്ങൾ ലേഡി ക്യാരക്ടേഴ്സിന് ഡാൻസ് അറിയണം അങ്ങനെ ലേഡീസിനകത്ത് ആ ഒരു ടൈമില്, ഈ ഒരു 90s ടൈമിലൊന്നും ഗേൾസ് അങ്ങനെ ബ്രേക്ക് ഡാൻസിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ബോയ്സിനായിരുന്നു മെയിൻലി ഡാൻസ് ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് സാൽസ, ഫ്രിഡൊക്കെയായിരുന്നു. മൂവി കാണണം നിങ്ങളെല്ലാം. എല്ലാം ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണാനുള്ളത്. അദ്ദേഹത്തെ നിങ്ങൾ നേരിട്ട് സിനിമ കാണുമ്പോൾ കണ്ടു. ഈ മൂവിയുടെ ഇത്രയും കാലഘട്ടം നീണ്ട ഷൂട്ട് ശരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക, ഐ ഡോണ്ട് നോ, എഫക്റ്റ് എന്നല്ല പറയേണ്ടത്, ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവുക ഹർഷിതേനായിരിക്കും. ബിക്കോസ് യു ആർ 16 when it started. ആക്ച്വലി ഈ ഗ്രൂപ്പിലെ ഏറ്റവും യങ്ങസ്റ്റ് ആള് ഹർഷിതയാണ്. ലൊക്കേഷനിലെ ഫുൾ ക്രൂവിലെ ഏറ്റവും യങ്ങസ്റ്റ്, ഫുൾ ഓഫ് കൊളാജൻ. ഇതിനകത്ത് ലൈക്ക് ആഫ്റ്റർ മൂൺ വാക്ക് കഴിഞ്ഞിട്ട് ഒത്തിരി ഓഫേഴ്സ് വന്നു. അത് കഴിഞ്ഞ് ഇതില്ല ഒരു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചെയ്തു. പിന്നെ നൊമ്പരക്കൂട് ഒരു ഫിലിം ചെയ്തത്, അത് ഓഫ് ബീറ്റ് ആയിരുന്നു, അവാർഡ് ടൈപ്പ് ആയിരുന്നു. അപ്പൊ അതിന് ഇന്റർനാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ട്രസിന് ഓസ്കർ കിട്ടും. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ആക്ടിങ്ങിന് എനിക്ക് ചാൻസസ് കുറഞ്ഞു തുടങ്ങി. കാരണം ബിക്കോസ് ഓഫ് ഹൈറ്റ്. ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ കുറച്ച് ഹൈറ്റ് വെക്കാൻ തുടങ്ങി. അപ്പം ഓഡീഷൻസിനൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആക്ടിങ് ഒക്കെ, പക്ഷെ ചിലപ്പോൾ ആ ഒരു കാസ്റ്റിങ്ങിന് അത്രയും ഹൈറ്റ് വേണ്ട ആവശ്യം വരില്ല. അപ്പം ഐ വാസ് ലൈക്ക് ഓക്കെ എന്ത് ചെയ്യും അടുത്തതെന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മ പറഞ്ഞു മോഡലിങ്ങിന് പോകും. മോഡലിംഗ് ആകുമ്പോൾ ഹൈറ്റ് ഇസ് എ ഗുഡ് തിങ്. അങ്ങനെ ഞാൻ പാജന്റിലേക്ക് കടന്നു. ഇതിന്റെ ഈ ഒരു ടൈം ഗ്യാപ്പിൽ എന്റെ ഈ ഒരു 5 yearsൽ ഒത്തിരി ഡെവലപ്മെന്റ് എന്റെ ആക്ടിംഗ് വൈസ് ആണെങ്കിലും വന്നു. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടുന്നത്. എല്ലാത്തിന്റെ ബിഗിനിങ് വാസ് മൂൺ വാക്ക്. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആസ് എ മൂവി പിന്നെ പരോള് ചെയ്തു മമ്മൂക്കയുടെ കൂടെ ആ ഒരു ടൈമില്. അങ്ങനെ അപ്പൊ ശരിക്കും നോക്കുമ്പോ ഹർഷിതയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മമ്മൂക്കയുടെ കൂടെയാണ്. ബിക്കോസ് പരോളിന്റെ ഷൂട്ടാണ് ഹർഷിതയ്ക്ക് ഏറ്റവും ആദ്യം കിട്ടിയത്, അല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഈവൻ ദോ റിലീസ് റിലേറ്റഡ് ആണെങ്കിൽ പോലും. പിന്നെ അതുപോലെ തന്നെ ഡൊമിനിക് എന്ന് പറഞ്ഞൊരു മൂവിയും മമ്മൂക്കയുടെ കൂടെ ചെയ്തു. ഐ വാണ്ട് ടു നോ യുവർ എക്സ്പീരിയൻസ്. ആക്ച്വലി വെരി മെമ്മറബിൾ ഡേയ്സ് ആണ് ബോത്ത് ദി മൂവീസ്. കാരണം പരോളിൻ്റെത് ആക്ച്വലി ഹരിബരി ഓഡീഷൻ ആയിരുന്നു. അവർക്ക് ഒരു കാസ്റ്റിംഗ് നോക്കി ഇറ്റ് വാസ് നോട്ട് ഗെറ്റിംഗ് വെൽ. അപ്പം അവരിങ്ങനെ ഇത് വേണോ എന്ന് വിചാരിച്ച് ഇങ്ങനെ എന്നാ പിന്നെ റിമൂവ് ചെയ്തേക്കാന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് പ്രൊഡ്യൂസർ ജൂഡങ്കിൾ, ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. അപ്പം എനിക്കിത് ഭയങ്കര പാഷനേറ്റഡ് ആണെന്ന് അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പം അച്ഛൻ വാസ് ലൈക്ക് പോയി നോക്കുന്നോന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡി, പോവാം. അങ്ങനെ ഞങ്ങൾ കൊച്ചി വന്നു, ഓഡീഷന് ചെയ്തു. അന്ന് തന്നെ ഡയറക്ടർ സാർ അത് കണ്ടു. അപ്പം തന്നെ ഓഡീഷൻ ചെയ്തു, കണ്ടു. അത് കഴിഞ്ഞ് വിത്തിൻ 2 days പറഞ്ഞു ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. എനിക്ക് നോ ഐഡിയ മമ്മൂക്കയുടെ കൂടെ എന്നുള്ളത് എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. അപ്പം ലൊക്കേഷനിൽ പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് ഓൾ ഗുഡ് റെഡി ആയിട്ടിരിക്കുന്നു. ഭയങ്കര ബഹളം ലൊക്കേഷനിൽ. അപ്പോൾ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എൻ്റെ മൂവിയിൽ ആദ്യമായിട്ട് ഞാൻ വരിക ഫോർ എ ഫിലിം. അപ്പോൾ കൊമേഴ്ഷ്യൽ ഫിലിമിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഓബ്വിയസ്ലി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഫൈൻ എവറിത്തിങ് ഈസ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക. പെട്ടെന്ന് ലൊക്കേഷനിൽ ഭയങ്കര സൈലൻസ്. നോക്കിയപ്പോൾ വേറെ ഒരാൾ ക്യാരവാനിൽ ഇതേ വരുന്നു മമ്മൂക്ക. എൻ്റെ കയ്യും കാലും വിറയ്ക്കുന്നു. ഞാൻ കരയുന്നതിൻ്റെ കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വരും. അമ്മ കരയില്ലേ സാരമില്ല മമ്മൂക്കയില്ലേ. അപ്പം എനിക്കെന്താ നമ്മൾ ഇത്രയും ടിവിയിലും നമ്മുടെ സിനിമയിലൊക്കെ കണ്ട, ആക്ച്വലി മമ്മൂക്ക ഫാനാണ് ഞാൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈശ്വര മമ്മൂക്ക ഞാൻ എന്ത് ചെയ്യും. ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല. നമുക്ക് പേടിയാ ഉള്ളിൽ. ഇല്ല പറഞ്ഞില്ല. സെക്കൻഡ് മൂവിയിൽ ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയാം. ഇത് വന്നിട്ട് ഓക്കെ
സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റ് മൂവി ഫസ്റ്റ് സീൻ മമ്മൂക്കയുടെ കൂടെ ഞാൻ സുഭാഷ്. എനിക്ക് ഇവിടെ ഡോറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ ഇങ്ങനെ വന്ന് മമ്മൂക്കയെ നോക്കുന്ന ഒരു സീനാണ്. എനിക്ക് ഡോറിന്റെ ബാക്കിൽ നിന്നിട്ട് കണ്ണ് നിറയുക, മമ്മൂക്ക ഫേസ് ചെയ്യാൻ ഭയങ്കര പേടി. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ഫൈൻ. എനിക്ക് ടെൻഷൻ വരുന്നല്ല, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഫോൾട്ട് എന്റെ ഭാഗത്ത് നിന്ന് വന്ന് റീടേക്ക് കുറെ പ്രാവശ്യം പോയാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. അത് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. മാത്രമല്ല മമ്മൂക്ക മുമ്പിൽ നിൽക്കുന്നത്. ഇറ്റ് വെന്റ് വെൽ, ഇറ്റ് റിയലി വെന്റ് വെൽ. എനിക്ക് ഒത്തിരി ഹാപ്പി ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫുൾ ക്രൂ ഈ മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ എല്ലാരും വന്നിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് മമ്മൂക്ക അത് ടയേർഡായി പോകുന്നതിന് മുമ്പ് എനിക്കൊരു പിക്ചർ വേണം മമ്മൂക്കയുടെ കൂടെ. അത് ഞാൻ ഇപ്പോഴും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പോയി നിൽക്കാൻ മമ്മൂക്ക പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഈശ്വര മമ്മൂക്ക വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ദേഷ്യപ്പെട്ട പോലെ തോന്നി എനിക്ക്. ഞാൻ ഓക്കെ തീർന്നു, എല്ലാം പോയി. എന്റെ കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വരാൻ തുടങ്ങി. പെട്ടെന്ന് നിന്നിട്ട് മമ്മൂക്ക ഇനി വരാൻ പറഞ്ഞു. കാരണം അവിടെ ഹറിബറി ആയിട്ട് നിന്നോണ്ട് ആൻഡ് ഇങ്ങനെ ഒരു തോളത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ എനിക്ക് നെഞ്ചിടിക്കുന്നത് ചെവിയിൽ കേൾക്കാം. എനിക്ക് എന്തോ ഞാൻ ഇവിടെ എങ്ങും അല്ലായിരുന്നു, ഭൂമിയുടെ അങ്ങ് മുകളിൽ എവിടെയോ ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് സെയിം ഇൻസിഡന്റ് ഹാപ്പൻഡ് എഗെയിൻ. ഇതുപോലെ തന്നെ ഒരു ഹറിബറി സിറ്റുവേഷൻ വന്നു ഡൊമിനിക്കില്. ഇതുപോലെ നമ്മുടെ ഗൗതം സാറിന്റെ മൂവിയാന്ന് മാത്രം അറിയാം. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ഇതുപോലെ കാസ്റ്റിംഗ് വന്നു. അപ്പൊ തന്നെ അതായത് 12 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി. ഞാൻ കൈ കെട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഓടി. ഞാനും ബസ് എടുത്ത് നേരെ ഞാനും അമ്മയും കൂടെ വന്ന് ലൊക്കേഷനിൽ വന്ന് നിൽക്കുക, റെഡിയായി, മേക്കപ്പ് ഇട്ടു, ഓക്കെ ഫൈൻ. അവിടെ എനിക്ക് ആക്ഷൻ കട്ട് കേൾക്കാം. അപ്പോൾ ഐ വാസ് ക്യൂരിയസ്, എന്താ സംഭവം, ആരാണ് കാസ്റ്റിംഗ് ഒന്നും അറിയത്തില്ല. ഇതുപോലെ തന്നെ ഒരു ബ്ലാങ്ക്, ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ ഞാൻ പോയി കഴിഞ്ഞ് ആ സോങ് എടുത്ത് നോക്കിയറിയാം. ഈ രാത്രി എന്ന് പറഞ്ഞ സോങ് ഡൊമിനിക്കിനകത്ത് ഓട്ടോയിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ പിന്നെ മമ്മൂക്ക. ഞാനിങ്ങനെ അമ്മ ഇത് സ്റ്റോക്ക് ചെയ്യുവാണോ? അല്ല, ഞാൻ മമ്മൂക്ക സ്റ്റോക്ക് ചെയ്യാൻ തോന്നുന്നു. ഞാൻ പോകുന്നിടത്തൊക്കെ മമ്മൂക്ക ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ മമ്മൂക്ക. പിന്നെ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം അത്രയും നാള് കൂടിയിട്ട് പിന്നെയും ഐ എം വിത്ത് ഹിം. അപ്പൊ ഞാനിങ്ങനെ ഇനി മമ്മൂക്ക കാണണമെന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകണോ അതോ പോകുമ്പോൾ സംസാരിക്കണോ, എന്ത് ചെയ്യണോ, ഒരു ഐഡിയ ഇല്ല. ഞാൻ നോക്കിയപ്പോൾ ഗൗതം സാറ്, മമ്മൂക്ക രണ്ടും കിടിലം ആൾക്കാര്. അപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷോട്ട് വാസ് വിത്ത് ഹിം. ഗോകുലും മമ്മൂക്ക ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓടി വന്നിട്ട് മമ്മൂക്കയ്ക്ക് അറിയത്തില്ല കേട്ടോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ അപ്പം പുള്ളി ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ ഹായ് മമ്മൂക്ക എന്നെ ഓർമ്മയുണ്ടോ? മമ്മൂക്ക ഇങ്ങനെ നീ ഏതാന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കുവാണ്. അപ്പം ഞാനിങ്ങനെ പരോളിൽ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞപ്പം ഐ വാസ് റിയലി ഹാപ്പി. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും. നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്നുള്ള സീൻസ് ഒക്കെ വരുമ്പം നല്ല ഹാപ്പി ജോളി ആയിരുന്നു. അപ്പം ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തംസ് അപ്പ്. അതൊക്കെയായിരുന്നു എന്റെ എക്സ്പീരിയൻസ്. ഭയങ്കര മൊമെന്റ്സ് ആയിരുന്നു. കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര രസം തോന്നി അല്ലേ? എല്ലാവരും അനുഭവിക്കാൻ. സിബി ആക്ച്വലി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ അല്ലെ? ഫിഗർ ഒരു അറ്റൻഷൻ, പബ്ലിക് അറ്റൻഷൻ ഓൾറെഡി എന്തായാലും ഡിഫറെന്റ് ആയ ഐറ്റമാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അറ്റൻഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആഫ്റ്റർ ദ മൂവി കുറച്ചും കൂടെ അത് കൂടിയിട്ടുണ്ടാവും അല്ലേ? ബിക്കോസ് ഏറ്റവും എനിക്ക് തോന്നുന്നു എല്ലാവരെക്കാളും ഒരു ഇമ്പാക്റ്റ് ഉള്ള ക്യാരക്ടർ ആയിരുന്നു അസുര എന്നുള്ള ക്യാരക്ടർ. ഇപ്പോൾ എങ്ങനെയുണ്ട് പബ്ലിക്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ? ഏറ്റവും കൂടുതലും ഈ ഓൺലൈൻ ഏറ്റവും കൂടുതൽ എനിക്ക് കൂടുതൽ കിട്ടിയത്. ഓക്കെ, മെസ്സേജസ് ആയിട്ട് ഒരുപാട് പേര് പടം കണ്ടിട്ടുള്ള ഇമ്പാക്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ആണോ? അത് ഓൾറെഡി ഈ മൈക്കിൾ ജാക്സന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. പിന്നെ അല്ലാണ്ട് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ആൾക്കാർ കാണുമ്പോൾ തന്നെ പറയും ഇവിടെ പടം കണ്ടു, നല്ലതാണ്. നമ്മുടെ നാട്ടിലായാലും ഭയങ്കര, നാട്ടില് ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ. നാട്ടിൽ ഞങ്ങളെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയില്ലേ, ഈ ഇപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോ അവരെല്ലാരും നോക്കുന്ന ഒരു നോട്ടമുണ്ട്. മുന്നേ നമ്മൾ നോക്കുമ്പോ കലാകാരൻ, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അവരിങ്ങനെ കുറച്ചേരം ബസ്സിലായാലും കുറച്ചേരം നോക്കിയിരിക്കും. ഇങ്ങനെ
ഓരോ സ്ഥലത്ത് അവരിങ്ങനെ ജസ്റ്റ് നോക്കുന്ന നമ്മളെ നോക്കുന്ന രീതി ഒരു വ്യത്യാസമുണ്ട്. അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ സിനിമയിൽ അവർ കണ്ണുകൊണ്ട് തന്നെ അത് പറയും നമ്മുടെ അടുത്ത്. ചിലർ അടുത്ത് വന്നിട്ട് പറയും അടിപൊളിയായിരുന്നു സിനിമ, അല്ലായിരുന്നു നീ ഇത്രയും പ്രതീക്ഷ, അങ്ങനെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംസാരമാണ് അവർ നമ്മളെ കൂടുതൽ അടുത്തറിയുന്ന പോലെയുള്ള ഒരു സംസാരം. അത് ഈ മൂവിയുടെ ഇമ്പാക്ട് തന്നെയാണ്. അത് മൂവിയിൽ ചെയ്തതുകൊണ്ടാണ് ഇത്രയൊക്കെ കിട്ടുന്നത് തന്നെ. നാട്ടുകാരാണ് ഏറ്റവും മനസ്സ് തൊട്ടത്. പിന്നെ സത്യമായിട്ടും, കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നാൽക്കവലിൽ എന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ അത് കാണുമ്പോൾ അത്ഭുതം തന്നെയാണ്. അരുണിന്റെ കഥ കേൾക്കട്ടെ, എങ്ങനെയുണ്ട്? പോയി പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് നിന്ന ആള് കണ്ണടയൊക്കെ വെച്ച് ഡയറക്ടറെ വീഴ്ത്തി, എന്നിട്ട് ഇങ്ങോട്ട് കയറി. എന്നിട്ട് സംഭവം എങ്ങനെയുണ്ട്? ഏറ്റവും എന്നിട്ട് പോയിട്ടില്ല ഇതുവരെ, ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടില്ല, അതുകൊണ്ട് ദാറ്റ്സ് സാഡ്. അതിന്റെ ഒരു ബൂമിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ചെല്ലണ്ടേ? പ്രൊമോഷൻ നടക്കില്ല, എങ്ങനെ പോവാനാ? ഓക്കെ, അപ്പൊ പേരൻസ് ഒക്കെ എന്ത് പറഞ്ഞു? പേരൻസ് ഒക്കെ കണ്ട് ഹാപ്പി ആയിരുന്നു. അവര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയ ഫ്രണ്ട്സ് ഒക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. എല്ലാരും കാണുന്നവരൊക്കെ നല്ല ഇതാണ് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞു നിന്നെ അറിയുന്നോണ്ടാണെന്നോ, നിനക്ക് കുറച്ചുകൂടെ സ്ക്രീൻ ടൈം വേണമെന്ന് എനിക്ക് ഇത്രയും ആൾക്കാരുള്ളപ്പോ എല്ലാരും ഒന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇത്ര കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പോകുന്നത് സുരേടുത്താണ്. നമ്മളൊക്കെ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ സുരേടുത്ത് അടിപൊളി. ഒന്നാമത്തെ കാര്യം എന്നെ കേട്ടാ മനസ്സിലാവത്ത് പോലില്ല. ഇപ്പൊ എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്നറിയോ, എന്റെ പേരുടെ സിദ്ധു അല്ലേ, സിദ്ധാർത്ഥനെ ഞാൻ ഇപ്പുറത്ത് പിടിച്ചിട്ട് നീ ഇപ്പുറത്ത് കാണോ, എന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുക. ഷെഹന ഒറ്റ മനുഷ്യര് അവരിങ്ങനെ നോക്കിട്ട് തിയേറ്ററിൽ പോയി കൂടി ഇരുന്ന് കണ്ടാലും ചിലപ്പോ തിരിച്ചറിയില്ല. അതെ അതെ, സാധ്യതയുണ്ട്. ബേസിക്കലി നിങ്ങൾ ചോദിച്ചില്ലേ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ട്? നമ്മൾ പ്രിവ്യൂയുടെ ദിവസം ഒരുപാട് വലിയ വലിയ ആൾക്കാർ വന്ന് പടം കണ്ടിരുന്നു. മേജർ രവി സർ. മേജർ രവി സർ പടം ഈ ക്രെഡിറ്റ്സ് ഒക്കെ റോൾ ചെയ്തിട്ട് സുരേഖ പിടിച്ച് കരച്ചിലായി പോയി. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. അപ്പൊ അങ്ങനത്തെ മനസ്സ് നിറഞ്ഞുള്ളൊരു ഹഗ്ഗായിരുന്നു ആളുടെ. ആള് വളരെ ഇമോഷണൽ ആയിട്ട് ആണ് ഭയങ്കര ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും വലിയൊരു ഡയറക്ടറാണ് നമ്മുടെ അടുത്ത് വന്ന് അത് മാത്രല്ല ഞങ്ങളെല്ലാരും അയ്യോ ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അവിടെ. കരച്ചിൽ തന്നെയായിരുന്നു. വിനോദ് സാർ ഞങ്ങളെ കെട്ടിപ്പിടിച്ചായിരുന്നപ്പോ എല്ലാരും കൂട്ടക്കരച്ചിലായി തീർന്നു പോയി. ഞങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു, കരയരുത് കരയരുത്. പക്ഷെ സാറ് കരയുന്നുണ്ട് ഇപ്പം ഒബ്വിയസ്ലി, കാരണം ഇത്രയും നാള് വെയിറ്റ് ചെയ്ത് ഇത്രയും പേരുടെ ആ ഒരു ആൻസൈറ്റി ആയിരുന്നു. ഇറങ്ങിയപ്പം എല്ലാവരും ഈ സമയം നല്ല എക്സൈറ്റഡ് ആണ്. സക്സസിന്റെ ആ ഒരു രസത്തിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റിയ ക്വസ്റ്റ്യൻ ഉണ്ട്, ഫ്യൂച്ചർ പ്രോജക്ട്സ്. ഫിലിം ആണ് മെയിൻ. എനിക്ക് ഫിലിമിലാണ് കൂടുതൽ ഫോക്കസ്. ഓക്കെ, ഡിസംബറിൽ ഫാദിന്റെ യങ്ങർ ബ്രദർ പ്ലേ ചെയ്യാൻ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഐ ആം ജസ്റ്റ് മാനിഫെസ്റ്റിംഗ്. So if anybody's watching, I really like you, Arun. I like you. Thank you.